ഡി മണിയെ അതായത് ഡയമണ്ട് മണിയെ പൂട്ടാനെത്തിയ SIT സംഘത്തെ വിരട്ടി ഓടിച്ച് ദിണ്ടുക്കൽ പോലീസ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? അത്രയ്ക്കും സ്വാധീനമുള്ള രാവണക്കോട്ടയിലാണ് ഡി മണി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഡി മണിയുടെ ഒരു കോട്ടയാണ് ദിണ്ടുക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. തമിഴ്നാട്ടിലെ ദിണ്ടുക്കലിൽ കണ്ടത് യഥാർത്ഥ ഡി മണി തന്നെ എന്ന് ഉറപ്പിച്ച് അന്വേഷണ സംഘം. ഈ മണിയുടെ കോട്ടയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം രക്ഷപ്പെടുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഡി മണിയുടെ യഥാർത്ഥ പേരാണ് M സുബ്രഹ്മണ്യം. അതിന്റെ ചുരുക്കപ്പേരാണ് MS മണി എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. ബാലമുരുകൻ ഡി മണിയുടെ സുഹൃത്താണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ബാലമുരുകനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അതിന് തിരുവനന്തപുരത്ത് എത്തിക്കും. ദിണ്ടുക്കലിൽ ചോദ്യം ചെയ്യുക അസാധ്യമാണെന്നാണ് വിലയിരുത്തൽ. ദിണ്ടുക്കൽ പോലീസുമൊത്താണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം മണിയെ കാണാനെത്തിയത്. എന്നാൽ ചോദ്യം ചെയ്യലുമായി മണി സഹകരിച്ചില്ല. ദിണ്ടുക്കൽ പോലീസും സഹായിച്ചില്ല. ഇതോടെ അവർ അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. വലിയ സങ്കേതമാണ് മണിയുടേത്. ഇയാൾ സ്വന്തം അഡ്രസ് പ്രൂഫ് ഉപയോഗിച്ചെടുത്ത ഫോണുകൾ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ബാലമുരുകൻ എന്ന ആളിന്റെ പേരിലെടുത്ത ഫോൺ ഉപയോഗിച്ചാണ് കൂടുതലും സംസാരിച്ചത്. അതിനിടെ പഞ്ചലോഹ വിഗ്രഹത്തിന് തെളിവൊന്നും ലഭിച്ചില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയുടെ സംഘവും തമ്മിൽ ബന്ധമുണ്ടെന്നതിന്റെ ചില സൂചനകൾ SITക്ക് ലഭിച്ചു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ വിളി വിവരങ്ങളിൽ ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണന്റെ നമ്പർ വന്നതാണ് സംശയത്തിന് അടിസ്ഥാനം. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇത് ഉറപ്പിക്കാനാണ് ശ്രമം. തമിഴ്നാട് ദിണ്ടുക്കലിലുള്ള ഓഫീസിലെത്തിയാണ് അന്വേഷണ സംഘം ഡി മണിയെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം ഡി മണിയുടെ സഹായിയായ ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നു. ശ്രീകൃഷ്ണൻ നേരത്തെ തമിഴ്നാട്ടിലെ ഇരിഡിയം തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് സ്ഥിരീകരിച്ചു. ശ്രീകൃഷ്ണനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡി മണിയുടെ ഓഫീസിലേക്ക് SIT എത്തിയത് എന്നാണ് വിവരം. എന്നാൽ പോലീസ് അന്വേഷിക്കുന്ന ഡി മണി താനല്ലെന്നും തന്റെ പേര് MS മണിയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അത് സത്യമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം കാണിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞ മണി തനിക്ക് കേരളവുമായി ഒരു ബന്ധവുമില്ലെന്നും പോലീസിനോട് കള്ളം പറഞ്ഞു. എന്നാൽ ഇത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള തന്ത്രം മാത്രമെന്ന് പോലീസ് വിലയിരുത്തി. പഞ്ചലോക വിഗ്രഹം കണ്ടെത്തിയെന്ന ആരോപണം ഉന്നയിച്ച പ്രവാസി വ്യവസായിയും ഇത് തന്നെയാണ് താൻ ഉദ്ദേശിച്ച ഡി മണി എന്ന് പോലീസിനോട് പറഞ്ഞു. ഇതോടെ ജനുവരി 4, 5 തീയതികളിൽ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി പോലീസ് മടങ്ങി. ഡി മണി എന്ന് കരുതുന്ന വ്യവസായിയുടെ സ്ഥാപനങ്ങളിലും പോലീസ് പരിശോധന നടത്തി. 4-ാം തീയതിയിലെ ചോദ്യം ചെയ്യലിന് ശേഷമേ ദുരൂഹത നീങ്ങൂ. അതിനിടെ മണി രാജ്യം വിടാൻ സാധ്യത ഏറെയാണ്. ദിണ്ടുക്കലിൽ ഇയാളെ നിരീക്ഷിക്കുക അസാധ്യമാണ്. ഈ സാഹചര്യത്തിൽ അന്വേഷകർ പ്രതിസന്ധിയിലുമാണ്. ഇന്നലെ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ഡി മണി അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല. മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് SIT. അതേസമയം ശബരിമല സ്വർണ്ണക്കടത്തിന് പിന്നിൽ രാജ്യാന്തര ലോബി ഉണ്ടോ എന്നറിയണമെങ്കിൽ ഡി മണിയുടെ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കണമെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഏറെ ദുരൂഹതകൾ മണിക്ക് പിന്നിൽ ഉണ്ടെന്നാണ് SITയുടെ സംശയം. താൻ ഡി മണിയല്ല MS മണിയാണെന്നായിരുന്നു ഡി മണിയുടെ വാദം. പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയെന്ന് പ്രവാസി വ്യവസായി വ്യക്തമാക്കിയിരുന്നു. മണിയുടെ സഹായി വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. ഡി മണി സാങ്കല്പിക കഥാപാത്രമല്ലെന്ന് കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചിരുന്നു. ഡി മണിയുടെ ദിണ്ടുക്കലിലെ സ്ഥാപനത്തിൽ ഇന്നലെ രാവിലെയോടെയാണ് SITയുടെ നിർണായക റെയ്ഡ് തുടങ്ങിയത്. പക്ഷേ ആ റെയ്ഡ് വലിയ ഗുണമൊന്നും നൽകിയിട്ടുമില്ല. എന്തായാലും ഡി മണിയെ പൂട്ടാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. എന്തായാലും ദിണ്ടുക്കലിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട SIT ഇപ്പോൾ ആശ്വാസത്തിലുമാണ്, ആശയക്കുഴപ്പത്തിലുമാണ്.